എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല. ഇല്ലടിയാ, ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു 8. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മിനെ പറ്റിച്ചാണല്ലേ. ഓക്കെ, ഇപ്പൊ എത്ര വന്നു? 5969. ടീയക്കുട്ട വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറെ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ആഗ്രഹം വരട്ടെ, നല്ലോണം പഠിച്ച് ലൈഫ് സെറ്റാക്കുക, എന്നിട്ട് ക്യാഷ് സേവ് ചെയ്യുക, എന്നിട്ട് അവർക്ക് മേടിക്കാൻ പറ്റട്ടെ. ആഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവൂ. ദിയ അദ്വിക് ചാത്തങ്കുളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 5 മില്യൺ സബ്സ്ക്രൈബുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അത്യാവശ്യം വലിയ യൂട്യൂബ് ചാനലാണ്. പേര് പോലെ ദിയൻ്റെതും അദ്വിക്കിൻ്റെതും ഓരോരോ ആക്ടിവിറ്റിയാണ്. അതാണ് ഇവരുടെ കണ്ടന്റ്. കൂടെ അമ്മ ഉണ്ടാവും. ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾ ഇവരെ കുറിച്ച് പരാതിയുമായിട്ട് നമ്മുടെ യൂട്യൂബറായ ഷെഫീന ബീവിക്ക് മെസ്സേജ് അയച്ചു. ഈ പരാതി പറഞ്ഞ സബ്സ്ക്രൈബർ ഒരു അമ്മയും മോളുമാണ്. എന്തായാലും ഈ അമ്മ ഷെഫീന ബീവിക്ക് വോയിസ് മെസ്സേജ് അയച്ചത് ഒന്ന് കണ്ടു നോക്കാം. അതില്ല, ഞാൻ എന്താന്ന് വെച്ചാല് ഇത് ടീയക്കുട്ടി ചാത്തങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ്. വ്ളോഗാണ് ടീയക്കുട്ടി. അങ്ങനത്തെ ടീയക്കുട്ടി അദ്വിക് ചാത്തങ്കുളം നിമിഷ രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് നല്ല വ്ളോഗാണ്. അവര് യൂട്യൂബ് ചാനലിന്റെ നെയിം അതാണ്. അപ്പൊ ഇവിടെ ഈ കുറെ കാലമായിട്ട് ഇവർക്ക് എത്രയോ 4 മില്യണോ 5 മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഇടയ്ക്ക് ശബ്ദം ഒരു കുഞ്ഞിന്റെതാണ്. അപ്പൊ കുട്ടിയുടെയും കൂടെ ആവശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ കുട്ടിയുടെ പേരിൽ തുടങ്ങിയ ചാനലാണ്. എന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത് മൊത്തം ഈ കുട്ടിയുടെ അമ്മ ആണ്. എന്താ പെർഫോം ചെയ്യുന്നത്? അവിടെ വേറെ എന്താ പറയാ, നമ്മള് പ്രത്യേകിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്താ കാണിക്കുന്നത്? ഇവരൊരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു, അല്ലെങ്കിൽ ഇവര് അവിടെ പോകുന്നു, ഇവര് ഇവിടെ പോകുന്നു, എന്നിട്ട് ഇവര് കുറെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ റീസെന്റ് എന്റെ മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് 7 വയസ്സാണ്. അപ്പൊ ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഓക്കെ അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാറില്ല. അവരെ പോലെ റിച്ചും അല്ല. നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛന്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാണ്. കുഞ്ഞുമക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞുമക്കൾ കണ്ട് ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറെ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. നിങ്ങളുടെ മോൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുക്കരുത്. കാരണം ഇതൊരു കണ്ടന്റാണ്. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളെ മോൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ച് കൊടുക്കാറില്ലേ? മക്കൾക്ക് പണത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾ യൂട്യൂബ് കാണുന്ന ഫോണിൽ നിന്ന് ഇതുപോലുള്ള ചാനലുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അവരുടെ വീഡിയോ വരില്ല. ഒരാൾ ഉണ്ടാക്കുന്ന പൈസ അവരുടെ ഇഷ്ടത്തിന് ചെലവാക്കും. അതിനെന്താ അമ്മക്കും മോൾക്കും ഇത്ര പ്രശ്നം? അമ്മയും മോളും ഒന്ന് മനസ്സിലാക്കുക, അത് അവരുടെ കാര്യമാണ്. ശരിയാണ്, നിങ്ങൾക്ക് മോളുണ്ട്. നിങ്ങളെ മോൾ ആ വീഡിയോ കാണും.
എന്നിട്ട് ഉമ്മനോട് പറയും മോള് എനിക്ക് ഇതുപോലെ വാങ്ങിച്ച് തരുമോ എന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ പൈസ ഉള്ളവരാ, നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ പൈസ ഇല്ല. ഉമ്മ മോളോട് പറയണം ആ വീഡിയോ കാണണ്ട എന്ന്. എനിക്ക് പറയാൻ ഉള്ളത് അമ്മനോടും മോളോടും. ഇതൊന്നും ഇല്ലാതെ എത്ര പാവം മക്കളുണ്ട് ഇവിടെ. ഈ മക്കളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചൂടെ അമ്മക്കും മോൾക്കും? എന്തായാലും നമ്മൾ നേരത്തെ കേട്ട വോയിസ് മെസ്സേജ് അയച്ച സ്ത്രീക്ക് എന്താ പറയാനുള്ളത് ബാക്കി കേട്ടു നോക്കാം. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് റീച്ച് കിട്ടില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തത്. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ ചാനൽ ടീയ കുട്ടി ചാത്തങ്കുളം എന്ന് പറഞ്ഞ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണോ എന്നുള്ളത് മനസ്സിലാവും. മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം ആവുമെന്നാണ് എന്റെ മൈൻഡിൽ പറയണത്. കാരണം വേറെ സംഭവം ഒന്നുമല്ല, കുട്ടികളെ എങ്ങനെ വിഷമിപ്പിക്കരുത്. കുഞ്ഞു മക്കളല്ലേന്നേ എല്ലാവരും. എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമ്മള് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വീഡിയോ ചെയ്തോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല. നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസ് നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവര് കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും ചെയ്യും. അത് നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എന്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവര് ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. ഇതൊന്നും സാധ്യമല്ല. ഒന്നുമില്ലെങ്കിൽ അവര് നിർത്തി പോവുക, അല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കുക. ഹേർട്ട് ചെയ്ത ഭാഗമൊന്നുമില്ല ഷെഫീന എല്ലാം ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവര് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവര് ഫുള്ള് ഷോപ്പിംഗ് സംഭവങ്ങള്. ഇപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമ്മള് സാധാ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുമ്പോ അയ്യോ ടീ അത് മേടിച്ചു, കുട്ടി അത് മേടിച്ചു, കുട്ടി ഇത് മേടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറയണത്? എനിക്കറിയില്ല എങ്ങനെ അത് പറഞ്ഞു തരാന്ന് എനിക്ക് മനസ്സിലാവില്ല. കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 7 വയസ്സായ എന്റെ മോളുടെ മൈൻഡില് ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവള് ഈ ഫോൺ വെച്ചിട്ട് എന്തായാലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടീയ ആ ചലക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 90% മാതാപിതാക്കൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും. ഇത് നല്ലതല്ല എന്ന് 1000 തവണ പറഞ്ഞാലും കാര്യമില്ല. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ചാനൽ തുടങ്ങിയത് അവർക്ക് കാശുണ്ടാക്കാനാണ്, അല്ലാതെ നാട് നന്നാക്കാനല്ല. സിനിമ നടന്മാർ പരസ്യം ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കാറില്ല. പിന്നെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കണം, അല്ലാതെ അവരുടെ ചാനലിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും സമൂഹത്തിൽ ഒരുപോലെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യം സ്വന്തം മക്കളെ അറിയിച്ച് വളർത്തണം. പിന്നെ മക്കൾ ഫോണിൽ എന്തൊക്കെ കാണണ്ട മാതാപിതാക്കൾ തീരുമാനിക്കണം. അവർ യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നു, അത് കൊണ്ടുപോയി ഷോപ്പിൽ കൊടുത്തു, അത് ജനങ്ങളെ കാണിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു. അതാണ് അവരുടെ പണി. അതിന് അമ്മയും മോളും കരഞ്ഞു മേകിയിട്ട് കാര്യമില്ല. പിന്നെ അമ്മയും മോളും അവർക്കെതിരെ
പരാതിയായിട്ട് ഷെഫീന ബീവിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.